ഇനി നമ്മൾ വേറൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നത് കാസർഗോഡ് ചെങ്കളയിൽ ബോക്സിംഗ് കരാട്ടെ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായി 2 സഹോദരിമാർ. മത്സരത്തിൽ യോഗ്യത നേടിയിട്ടും യാത്രാ ചെലവിന് പണം കണ്ടെത്താൻ സാധിക്കാത്തതാണ് സഹോദരിമാരെ പ്രതിസന്ധിയിലാക്കിയത്. ഈ മാസം 17 മുതൽ 19 വരെയാണ് ലക്നൌവിൽ ദേശീയ മത്സരം നടക്കുന്നത്. ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ വിജയം കണ്ടെത്തിയ 2 പെൺകുട്ടികളെ പറ്റിയാണ് ഈ കഥ. കാസർഗോഡ് ചെർക്കളയിലെ മുഹമ്മദ് ഫൈസലിന്റെയും നഫീസത്തിന്റെയും 3 പെൺകുട്ടികളിൽ 2 പേർ. ലക്നൌവിൽ ഏപ്രിൽ 17 മുതൽ 19 വരെ നടക്കുന്ന ദേശീയ ബോക്സിംഗ് കരാട്ടെ മത്സരത്തിൽ മിക്സഡ് മാർഷ്യൽ ആർട്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 45 കിലോഗ്രാമിൽ 18 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിലാണ് ഫാത്തിമത്ത് വഹീമ എന്ന ഫാമി പങ്കെടുക്കുന്നത്. വിദ്യാനഗർ ഗവൺമെൻറ് ITയിലെ മെക്കാനിക്കൽ വിദ്യാർത്ഥിയാണ് ഇവർ. സഹോദരി മറിയമത്ത് സഫത്ത് ഷാസിയ 45 കിലോഗ്രാമിൽ 18 വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിലേക്കാണ് യോഗ്യത നേടിയിട്ടുള്ളത്. ചെർക്കള സെൻട്രൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് +2 പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുകയാണ് ഷാസിയ. മെയ് മാസത്തിൽ ഊട്ടിയിൽ നടക്കുന്ന ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലേക്കും ഇരുവരും യോഗ്യത നേടിയിട്ടുണ്ട്. 2 ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് യാത്രാ ചെലവും മറ്റുമായി ലക്ഷങ്ങൾ ചെലവ് വരും. ഈ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നിരവധി ആളുകളോട് കടം വാങ്ങിയും മറ്റുമാണ്. തങ്ങളുടെ അതിജീവനത്തിന്റെ നാൾ വഴി ഫാമി പറഞ്ഞു തുടങ്ങി. നമ്മൾ ഫസ്റ്റ് സ്പോൺസേഴ്സിനെ കുറേ നോക്കി. അപ്പോൾ സ്പോൺസേഴ്സിനെ നോക്കിയപ്പോൾ ആരും അങ്ങനെ വലിയ വില്ലിങ് ഒന്നും ആയിട്ടാ. പിന്നെ ക്ലബ്ബാരോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചെറിയ ഒരു സഹായം അല്ലാതെ പോണ്ടെന്തോ ആയിട്ടേ ഉണ്ടായിട്ടാ. അതിൽ പിന്നെ നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു കൂപ്പൺ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അതുണ്ടാക്കിയിട്ട് തന്നെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ നടക്കും കൂപ്പണും കൊണ്ട്. ഇത് നമ്മൾ പോകുന്ന പല വീട്ടിൽ നിന്നും പറഞ്ഞത് താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല, നമ്മയിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല, നിങ്ങൾ ഗേൾസ് അല്ലേ, നിങ്ങൾ എന്ത് തട്ടൊട്ടിട്ട് നടക്കേണ്ട ആൾക്കാർ, ഇതിനൊന്നും പോകേണ്ട ആൾക്കാരല്ല, അങ്ങനെ ആയിട്ട് തന്നെ കുറേ ആൾ പറഞ്ഞു. കുറേ കഷ്ടപ്പെട്ടു. പൈസ എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ദിവസം നടന്നാൽ നമുക്ക് കിട്ടുന്ന ആകെ 500 റുപ്യ, അതിൽ കൂടുതൽ കിട്ടുന്നേ ഉണ്ടായിട്ടാണ്. ടിക്കറ്റ് ബുക്കാക്കാൻ ലേറ്റായാൽ ടിക്കറ്റ് കിട്ടൂല, പിന്നെ നമ്മൾ ആ മത്സരം ക്യാൻസലാവും. അതുകൊണ്ട് അമ്മ ഫസ്റ്റ് അങ്ങനെ എല്ലാവരോടും കടം മേടിച്ചിട്ട് ടിക്കറ്റ് ബുക്കാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ മാത്രമല്ല, ഇപ്പം നമ്മളെ പോലെ കുറേ കഷ്ടപ്പെടുന്ന പിള്ളേരുണ്ടാവും. ഈ ഒരു ഇത് കണ്ടിട്ട് ഇനിയും നമ്മളെ പോലെ കഷ്ടപ്പാടുള്ള കുട്ടികൾ ബാക്കിൽ നിൽക്കാതെ ഇനിയും മുമ്പോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബോവിക്കാനത്തുള്ള ആർട്സ് ആൻഡ് ഡിഫൻസ് അക്കാദമിയിലാണ് ഇരുവരും കഴിഞ്ഞ 2 വർഷത്തിലധികമായി ബോക്സിംഗിലും കരാട്ടയിലും പരിശീലനം നേടുന്നത്. ദേശീയപാതയോരത്ത് തട്ടുകട നടത്തിയാണ് മുഹമ്മദ് ഫൈസൽ കുടുംബം പുലർത്തിയിരുന്നത്. എന്നാൽ പുതിയ ദേശീയപാത നിർമ്മാണം തുടങ്ങിയതോടെ തട്ടുകട പൊളിച്ചു മാറ്റേണ്ടി വന്നു. കാഴ്ചാ പരിമിതിയുള്ള അപസ്മാര രോഗിയായ മാതാവിന് ജോലിക്കും പോകാനാവില്ല. കുന്നിൻ ചെരുവിലെ 5 സെന്റ് സ്ഥലത്ത് സുമനസ്സുകൾ 12 വർഷം മുമ്പ് നിർമ്മിച്ചു നൽകിയ നിർമ്മാണം പൂർത്തിയാവാത്ത വീട്ടിലാണ് രാജ്യത്തിന് തന്നെ അഭിമാനമാകേണ്ട ഈ പെൺകുട്ടികളും കുടുംബവും കഴിയുന്നത്. കാസർഗോഡ് ചെർക്കളയിലെ പണിതീരാത്ത ഈ വീടിന് മുന്നിലിരുന്ന ഫൈമയ്ക്കും ഷാസിയയ്ക്കും ഒന്നേ ആവശ്യപ്പെടാനുള്ളൂ: ദേശീയതലത്തിലെ MMA കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. അതിന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഈ കുടുംബത്തിന് വേണ്ടതുണ്ട്, ഈ പെൺകുട്ടികൾക്ക് വേണ്ടതുണ്ട്. ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമായ ഈ പെൺകുട്ടികളെ സഹായിക്കാൻ പൊതുസമൂഹത്തിന് ബാധ്യതയുണ്ട്. ക്യാമറ പേഴ്സൺ ജെറിനൊപ്പം കാസർഗോഡ് നിന്നും രതീഷ് വാസ്തേവൻ, ന്യൂസ് മലയാളം.